ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻറ്റേഡ. ഇന്നത്തെ ഗോൾഡിൻ്റെ പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അതായത് ഇന്ന് നമ്മുടെ സോഫ്റ്റ് എത്തുന്ന പെർഫോമൻസ്, അതിനകത്ത് എങ്ങനെ എൻട്രി തന്നു, എക്സിറ്റ്, റിവേഴ്സൽ, അതൊക്കെ ഗോൾഡിൽ എങ്ങനെ നമ്മുടെ സോഫ്റ്റ് കാണിച്ചു എന്നുള്ളത്. അതായത് ഫോറക്സ് മാർക്കറ്റിൽ എങ്ങനെ സക്സസ്ഫുൾ ആയി ട്രേഡ് ചെയ്യാം, ഇതിനകത്ത് റിവേഴ്സൽ, എൻട്രി, എക്സിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ 1 hour ടൈം ഫ്രെയിം എടുത്തിട്ടുണ്ട്, 15 മിനിറ്റ്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് ബൈ ട്രേഡ് ആണ് പോയിരിക്കുന്നത്. പക്ഷേ വലിയ ടൈം ഫ്രെയിമിൽ, അതായത് 1 hour ടൈം ഫ്രെയിം നമുക്ക് ഒരു ബൈ ട്രേഡ് തന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം വന്ന സെല്ലിൽ തന്നെ കണ്ടിന്യൂവേഷൻ ആണ് പോകുന്നത്. അവിടെ നിന്നൊരു പുൾ ബാക്ക് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അവിടെ ഒരു ബൈ കൺഫർമേഷൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ നമുക്ക് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ, ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്കൊരു ബൈ ട്രേഡ് കിട്ടിയിട്ടുണ്ട്. 6:15 നമുക്ക് വന്ന ബൈ ആണ്. ബൈയുടെ എൻട്രിയും ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3 പോയിന്റാണ് നമുക്ക് പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്കൊരു ബൈ ട്രേഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ വലിയ ടൈം ഫ്രെയിം കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം, അതായത് നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ല. നമുക്ക് ചെറിയ പ്രോഫിറ്റ് ആണെങ്കിലും നമുക്കെടുത്ത് എങ്ങനെ എക്സിറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഏതൊക്കെ സിഗ്നൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഏത് ടൈം ഫ്രെയിമാണ് ബെറ്റർ, ഇതൊക്കെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇന്നത്തെ പെർഫോമൻസിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഫോറക്സ് മാർക്കറ്റിൽ നമുക്ക് 30, 1 hour, 4 hour ഈ 3 ടൈം ഫ്രെയിമാണ് നമുക്ക് ആക്ച്വലി ബെറ്റർ. 15 മിനിറ്റ്സും 5 മിനിറ്റ്സും സ്കാൽപ്പിങ്ങിനാണ്, ചെറിയ ട്രേഡുകൾ എടുക്കാനാണ് യൂസ് ചെയ്യുന്നത്. ഫ്ലക്ച്വേഷൻസ് ഒരുപാടുണ്ടാവും, ഒരുപാട് സിഗ്നൽസ് വരും, അതിൽ റിവേഴ്സ് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിന് മുമ്പ് വന്ന സെല്ലും കുറച്ചൊന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു പോയി. അപ്പോൾ നമ്മളൊരു സെല്ല് എടുത്തു വരുമ്പോഴേക്കും മാർക്കറ്റ് ഒരുപാട് ഇറങ്ങാൻ തിരിച്ചു പോകുന്നത്. അപ്പോൾ അതുപോലത്തെ സാഹചര്യത്തിലൊക്കെ ഒരുപാട് കൺഫ്യൂസിങ്, ഒരുപാട് ലോസ് ഉണ്ടാകുന്ന സാധ്യത കൂടുതലാണ്. പക്ഷേ സിഗ്നൽ വന്ന് കൺഫേം ആയി റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ ബ്രേക്ക് ചെയ്യുന്ന അവിടെ നിന്ന് ഒരു ആക്യുറസി ഉണ്ട്. അപ്പോൾ ആ സിഗ്നൽ, അതുപോലത്തെ സിഗ്നൽ നമുക്ക് പിടിക്കാവുന്നതാണ്. ഇന്നത്തെ ഗോൾഡിൽ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഗോൾഡിൽ ഒരു ബൈ ട്രേഡ് ആയിട്ട് പോയിട്ടില്ല. ചെറിയൊരു അപ്ട്രെൻഡ് മാത്രമേ നടന്നിട്ടുള്ളൂ. നമുക്ക് അവിടെ നിന്ന് മാർക്കറ്റ് ഒരു കൺഫേം ബൈ ആയിട്ട് സോഫ്റ്റ്വെയർ പറയുന്നില്ല. അപ്പോൾ ഇതിന് മുമ്പ് നമുക്ക് ആക്ച്വലി ബൈ വന്നിട്ടുണ്ട്. ബൈ ഒരു 5 ദിവസം ബൈ പോയിട്ടാണ് ഇന്നലെ മാർക്കറ്റ് ഇറങ്ങിയത്. അപ്പോൾ ഇന്നലെ നമുക്ക് ഒരു 7:30 കഴിഞ്ഞ ശേഷം സോഫ്റ്റ്വെയർ സെല്ല് തന്നിട്ടുണ്ടായിരുന്നു. അതിന് എൻട്രിയും ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെല്ല് ഇറങ്ങിയിട്ടുണ്ട് മാർക്കറ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഓപ്പൺ ആയപ്പോൾ മാർക്കറ്റ് ഒരു റിവേഴ്സ് ട്രെൻഡ്, അതായത് ഒരു പുൾ ബാക്ക് അടിച്ചിട്ട്, അപ്പോൾ ഇനി ഇവിടുന്ന് തിരിച്ചിറങ്ങുകയാണെങ്കിൽ സപ്പോർട്ട് എടുക്കും, സപ്പോർട്ട് എടുത്ത് ആട്ട് പോകും. ഇനി ബൈ ട്രേഡ് കയറുവാണെങ്കിൽ അവിടെ നിന്ന് ബൈ സിഗ്നൽ തരും. അപ്പോൾ ഇതൊരു കൺഫേം ബൈ അല്ല എന്നാണ് നമ്മുടെ 1 hour ടൈം ഫ്രെയിം പറയുന്നത്. അപ്പോൾ അത് കാരണം നമുക്ക് ആക്ച്വലി ഇവിടുന്ന് ഒരു സ്ട്രോങ് ട്രെൻഡ് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പം ഇതിൽ വർക്ക് ചെയ്യുന്നത് സിമ്പിളാണ്. ഇപ്പോൾ ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ അലേർട്ട്സ് മെസ്സേജ് തരും. അതേപോലെ തന്നെ ഡീറ്റെയിൽസ് മുകളിലും താഴെ ഉണ്ടാവും. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് സെല്ലിൻ്റെ ടൈമും ഡേറ്റും എൻട്രി പോയിന്റും ടാർഗറ്റും ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇത് കൺഫേം ആയിട്ട് എടുത്ത് വെച്ചാൽ മതി. കൺഫേം എന്ന് പറഞ്ഞാൽ ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാറും പ്രൈസ് ആൻഡ് സെൽസോണും കൂടെ ഒന്നിച്ച് വരുന്ന നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്ക് അവിടെ നിന്ന് ട്രേഡ് എടുക്കാം. അവിടെ നിന്ന് താഴോട്ട് പോയിട്ടുണ്ട്. കുറച്ചൊന്നും ഇറങ്ങിയ ശേഷം മാർക്കറ്റ് നമുക്ക് അവിടെ നിന്ന് തിരിച്ചു കയറാൻ സാധ്യത കാണിച്ചിട്ടുണ്ട്. അതായത് പുൾ ബാക്ക് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 570 2457 മാർക്കറ്റ് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു 38 വരെയൊക്കെ ഇറങ്ങിയിട്ട് തിരിച്ച് മാർക്കറ്റ് കയറി. അവിടെ നിന്ന് ഇപ്പോൾ തിരിച്ചിവിടെ ഇറങ്ങുകയാണെങ്കിൽ അവിടെ നിന്ന് ആ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് താഴ്ത്തിറങ്ങും. അപ്പോൾ അവിടുന്ന് സോഫ്റ്റ്വെയർ എൻട്രി തരും. ആ എൻട്രി ലെവൽ നമുക്ക് എഗെയിൻ ഒരു എൻട്രി പിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ചെറിയ ടൈം ഫ്രെയിം, അതായത് സ്കാൽപ്പിംഗ് ട്രേഡേഴ്സിനൊക്കെ നമുക്ക് ടൈം ഫ്രെയിം മാറ്റി ചേഞ്ച് ചെയ്ത് ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ ചെയ്യാം. പക്ഷെ ഒരുപാട് നമുക്ക് സിഗ്നൽ തരും. പക്ഷേ എല്ലാ ആക്യുറസി വരികയില്ല. സിഗ്നൽ വന്ന് കൺഫേം ആയി റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ കട്ട് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് എടുക്കാം. ഇപ്പോൾ ഇവിടെ സിഗ്നൽ വന്ന് കൺഫേം ആയ റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലെവലിൽ നമുക്ക് പിടിക്കായിരുന്നു. 5.2 ചെറിയൊരു ട്രേഡ് പോയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് നമുക്ക് ആക്ച്വലി 5.7 വരെയൊക്കെ പോയിട്ടുണ്ട്. അവിടെ നിന്ന് തിരിച്ചിപ്പോൾ മാർക്കറ്റ് 6 ഇറങ്ങി. അപ്പോൾ ചെറിയൊരു ട്രേഡ് പ്രോഫിറ്റ് നമുക്ക് ചെറിയൊരു ലെവൽ, അതായത് സ്മോൾ പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യാൻ നമുക്ക് ആക്ച്വലി സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി 15 മിനിറ്റ്സ് ഇട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ റിവേഴ്സ് പോകുന്ന സാഹചര്യം സോഫ്റ്റ്വെയർ കളർ ചേഞ്ച് കാണിച്ചു തരും. അതേപോലെ തന്നെ ട്രെൻഡ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യാം. അതേപോലെ താഴത്തെ സോൺ നോക്കിയാലും. അപ്പോൾ ഇത് മൂന്നും എക്സിറ്റ് അയച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല വോളറ്റൈൽ, അതായത് അടിച്ചിറങ്ങുന്ന മാർക്കറ്റിലൊക്കെ നമ്മൾ ട്രെൻഡ് ലൈൻ നോക്കുക. പിന്നെ സൈഡ് വേസ് ഒക്കെയാണ് കളർ ചേഞ്ച് കാണിച്ചു തരും. അതായത് വോളിയം ഇല്ലാത്ത മാർക്കറ്റിലൊക്കെ സൈഡ് വേസ് നോക്കി എക്സിറ്റ് ചെയ്താൽ കളർ ചേഞ്ച് നോക്കിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് താഴത്തെ സോൺ മാറുന്നവരെ ഹോൾഡ് ചെയ്യാം. ഓക്കെ, സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. ഫേക്ക് അപ്പ് ഡൗൺസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഒരുപാട് നമുക്ക് റിവേഴ്സിൽ വരുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് നമുക്ക് ആക്ച്വലി നോക്കിയിട്ട് സിഗ്നൽ റിവേഴ്സ് ആണ് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഡിക്കേഷൻ ഒക്കെ സോഫ്റ്റ്വെയർ തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ലൈവ് മാർക്കറ്റ് നിങ്ങൾ കണ്ടുപിടിക്കാവുന്ന. ലൈവ് മാർക്കറ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്ത് വെച്ചാൽ മതി. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറാണ് വാട്സപ്പ് നമ്പർ കോൾ നമ്പറും കൂടിയാണ്. അപ്പോൾ അതിലേക്ക് വിളിച്ചു വെച്ചാൽ മതി. അപ്പം ഒരു ലൈവ് ഡെമോ, അതായത് എങ്ങനെ സോഫ്റ്റ് വർക്ക് ചെയ്യുന്നു, ഏത് മാർക്കിൽ എങ്ങനെ സോഫ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നു, അപ്പോൾ ഒരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ.